എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങൾക്ക് തുടക്കത്തിൽ കാണിക്കാൻ ഏതെങ്കിലും വാർത്തകളൊന്നുമില്ല. പക്ഷേ ഈ ഒരു പോസ്റ്റാണ്. പോകുന്ന പോക്കിൽ മന്ത്രി വി ശിവൻകുട്ടി ചതിച്ചു. സംസ്ഥാനത്ത് പാഠപുസ്തക അച്ചടി പൂർത്തിയായിട്ടില്ല. ഈ ഒരു വാർത്തയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഒരല്പ നിമിഷം മുമ്പ് എൻ്റെ മുമ്പിലേക്ക് വന്നത്. ഞാൻ കുറെ ഇരുന്ന് ചിരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ അനുഭവിക്കുന്നൊക്കെ പറയില്ലേ, ആ അനുഭവത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു സമയത്തും നമ്മുടെ കേരളത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഭരിച്ചിരുന്നുവെങ്കിൽ ഈ വാർത്ത ഏതൊക്കെ രീതിയിലായിരിക്കും ജനങ്ങളെ മുമ്പിലേക്ക് എത്തുക എന്ന് നിങ്ങളൊന്ന് ചുമ്മാ സങ്കല്പിച്ചു നോക്കൂ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വലിയ ദുരവസ്ഥയെക്കുറിച്ച് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് എന്നുകൂടി നിങ്ങൾ ആലോചിച്ചു നോക്കണം. രണ്ട് കാര്യമുള്ളൂ. ഒരു പ്രത്യേക പ്രിവിലേജ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാറുള്ള, നമ്മുടെ ഇടതുപക്ഷമല്ല കേട്ടോ, വലതുപക്ഷ, അതായത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് ഇനി ഭരിക്കാൻ പോകുന്നത്. അവർക്ക് 100-ൽ കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവർ തന്നെയാണ് ഭരിക്കുക. മുഖ്യമന്ത്രി ആര് എന്നതും ഒപ്പം തന്നെ വകുപ്പുകൾ ആർക്കൊക്കെ കൊടുക്കണമെന്നുള്ള ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. മിനിമം 1 വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആരെന്നൊക്കെ അറിയും നമുക്ക് വിചാരിക്കാം. എന്തൊക്കെയായാലും ഇവിടെ ഇനി ഭരിക്കാൻ പോകുന്നതും ഭരണം കിട്ടിയതും UDF സർക്കാർ ആയതിനാൽ, അതായത് കോൺഗ്രസ് സർക്കാർ ആയതിനാൽ നമ്മുടെ നാട്ടിലത്തെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത കണ്ടതേയില്ല. സ്കൂൾ തുറക്കാൻ ഇനി ഏറി വന്ന ഒരു 10-20 ദിവസം കൂടിയേ ഉള്ളൂ. ആ ഒരു 20 ദിവസത്തിനുള്ളിൽ നമ്മുടെ പാഠപുസ്തകങ്ങൾ എല്ലാ സ്കൂളിലേക്കും എത്തണമെന്നുള്ളതാണ്. ഇത് മുന്നേ തന്നെ അച്ചടി കുറേ പാഠപുസ്തകങ്ങളൊക്കെ അച്ചടി കഴിഞ്ഞതാണ്. എന്നാൽ ചിലത് ഇനിയും അച്ചടിച്ച് തീരേണ്ടതുണ്ട്. അതൊന്നും പല സ്കൂളിലേക്കും എത്തിയിട്ടില്ല. ഇനി വാർത്ത ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. നോക്കിക്കോളൂ. പോകുന്ന പോക്കിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പ്രതിസന്ധിയിലാക്കി പിണറായി സർക്കാർ. ഗംഭീര വാർത്തയാണ് കേട്ടോ. എന്തോന്ന് പ്രതിസന്ധിയിലാക്കല്? നോക്കൂ സുഹൃത്തുക്കളെ, ഇവർ അധികാരത്തിൽ കയറി ഒരു 7 ദിവസം കഴിയേണ്ട സമയമായി ഇപ്പോൾ, അല്ലേ? റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഇവന്മാർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇനി അതൊന്നും വേണ്ട. LDF ചെയ്യുന്ന പോലെ മുൻകൂട്ടി തന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇവർ കണ്ടിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. ഇവിടെ ഒരു ഭരണം തുടങ്ങിയിരിക്കും. ഈ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേന് തന്നെ ആ ഇഷ്യൂ ടാക്കിൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോഴത്തെ കാവൽ മന്ത്രിമാരാണ്. ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് പലതും ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, പലതും ഓർഡർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എന്നിട്ടും ഈ വാർത്താ മാധ്യമം പിണറായി വിജയനെ കുറ്റപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇപ്പോൾ ഭരിക്കുന്നത് പിണറായി വിജയൻ നയിക്കുന്ന LDF ഗവൺമെന്റ് അല്ല എന്നൊന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ കോൺഗ്രസ് ആണ്. പക്ഷെ അതിന്റെ മന്ത്രി ആരാണെന്നും ചോദിക്കരുത്, അതിന്റെ മുഖ്യമന്ത്രി ആരാണെന്നും എന്നോട് ചോദിക്കരുത്, എൻ്റെ കയ്യിലല്ല. എന്തായാലും സംഗതി ഒന്ന് വായിച്ചു നോക്കൂ. പാഠപുസ്തക അച്ചടി പൂർത്തിയാക്കാൻ ഒരു നടപടിയും സ്വീകരിക്കാതെ മന്ത്രി ശിവൻകുട്ടി പടിയിറങ്ങിയത് അത് ഭയങ്കരമായ തെറ്റാണ്. ഒട്ടുമിക്ക പാഠപുസ്തകങ്ങളും അച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡറുകളും മറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അച്ചടിയുടെ 70% മാത്രമാണ് പൂർത്തിയായത്. എൻ്റെ സുഹൃത്തുക്കളെ, ഒരു ഭീകരമായ സംഖ്യ. അതായത് 70% പൂർത്തീകരിക്കുന്നു. വെറും 30% കൂടി മാത്രമാണ് പാഠപുസ്തകങ്ങൾ അച്ചടിക്കാനുള്ളത്. എന്നിട്ടും വാർത്ത കൊടുക്കുന്ന കണ്ടാൽ നമ്മളെന്താ വിചാരിക്കുക? പിണറായി വിജയൻ മൊത്തം കൊളാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. ഇവർക്ക് ഇപ്പോഴും പിണറായി വിജയന്റെയും LDFന്റെയും നെഞ്ചത്തേക്ക് കയറൽ തന്നെ പണി തോന്നുന്നുണ്ട്. എന്തായാലും സ്കൂൾ തുറക്കുന്നതിന് 3 മാസം മുമ്പ് തന്നെ പുസ്തകം തയ്യാറാണ് എന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവകാശവാദം. ബൈൻഡിംഗ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് അച്ചടിച്ചതെല്ലാം കെട്ടിക്കിടക്കുകയാണെന്ന് KBPA സ്റ്റാഫ് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് 2 മാസം മുമ്പ് പുസ്തകം എത്തിക്കുമെന്ന് പറഞ്ഞ മുൻ മന്ത്രി ഇപ്പോൾ മൗനത്തിലാണ്. മൗനത്തിലാവട്ടെ, നിങ്ങൾ പോയി ചോദിച്ചു നോക്കൂ എന്തു പറ്റിയെന്ന്. ഇനി ഇവരോട് ചോദിച്ചു നോക്കൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടത് ഈ വിഷയത്തിൽ ഒരു സ്റ്റെപ്പ് പോലും ഇനി ആ ഒരു വിദ്യാഭ്യാസ മന്ത്രി എടുക്കേണ്ടതില്ല. നമുക്കറിയാം, ശിവൻകുട്ടി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇക്കഴിഞ്ഞ LDF ഗവൺമെന്റിലെ ഏറ്റവും ഗംഭീരമായി ഭരിച്ച ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു മന്ത്രി കൂടിയായിരുന്നു. അത്രയ്ക്കധികം സ്നേഹത്തോടു കൂടിയിട്ടായിരുന്നു ഈ മനുഷ്യൻ ഇടപെട്ടത്. സ്കൂളിൻ്റെ അടിസ്ഥാന വികസനങ്ങളുടെ കാര്യത്തിൽ, സ്കൂളുകളിലെ മൗലികമായിട്ട് ചില അധ്യാപകരൊക്കെ പുലർത്തേണ്ട കാര്യത്തിൽ. നമുക്കറിയാം, കുട്ടികളെ എങ്ങാണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കാൻ ശ്രമിച്ച 7ഓളം അധ്യാപകരെ എടുത്ത് പുറത്താക്കിയ ഒരു മന്ത്രി കൂടിയാണ് വി ശിവൻകുട്ടി.
അതുമാത്രമല്ല, ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണെങ്കിൽ ഒരു കുട്ടിയെ പോലും സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തരുത്. എല്ലാ കുട്ടികളെയും, താല്പര്യമുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയും ഇത്തരം വിനോദയാത്രകൾ പങ്കെടുപ്പിച്ചേ ഒക്കൂ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയാണ് ശിവൻകുട്ടി. തീരുന്നില്ല, കലോത്സവ സമയത്ത് അസുഖബാധിതയായിട്ട് വീട്ടിലിരിക്കേണ്ടി വന്ന ഒരു കുട്ടിക്ക് ഓൺലൈനായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കിയ മന്ത്രിയാണ് വി ശിവൻകുട്ടി. കുട്ടികൾക്ക് സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വരാൻ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു എയറോപ്ലെയിൻ ഏർപ്പാടാക്കുന്ന, ഒരു വിമാനത്തിൽ പോരെ എന്ന് പറഞ്ഞ് വിമാന ടിക്കറ്റ് എടുത്തൊരു മനുഷ്യൻ കൂടി, ടിക്കറ്റ് എടുത്തു കൊടുത്തൊരു മനുഷ്യൻ കൂടിയാണ് ശിവൻകുട്ടി. ഇങ്ങനെ വികസനങ്ങളുടെയും ആളുകളുടെ പെരുമാറ്റുന്ന രീതിയും എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ കുറേ കല്ലുകടികൾ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഒരു നല്ല മന്ത്രി. എല്ലാവരും പറയുന്നത് ആരൊക്കെ തോറ്റാലും കുഴപ്പമില്ല, ഈ ചെങ്ങാതി തോൽക്കാൻ പാടില്ലായിരുന്നു, ശിവൻകുട്ടി തോൽക്കാൻ പാടില്ലായിരുന്നു എന്ന തോന്നലിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തെയും തോൽപ്പിച്ചു. നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ മുഴുവൻ തോൽപ്പിച്ചു നമ്മൾ ജനങ്ങൾ. എന്നിട്ട് എന്തോ ഒരു വലിയ ചക്കരമത്ത കിട്ടാനുണ്ട് എന്ന തോന്നലിൻ്റെ പേരിൽ UDF ജയിപ്പിച്ചതാ. ജയിപ്പിച്ചു വിട്ടപത്ര അവന്മാര് വേറെ തല്ല്, അവിടെ വേറെ ലക്ഷ്യം. മന്ത്രി ആരാവണം, മുഖ്യമന്ത്രി ആരാവണം, ആഭ്യന്തരമന്ത്രി ആരാവണം, ആ ജാതിക്കാർക്ക് എത്ര കൊടുക്കണം, ഈ ജാതിക്കാർക്ക് എത്ര കൊടുക്കണം, ആ മതത്തിന് എത്ര കൊടുക്കണം, ഈ മതത്തിന് എത്ര കൊടുക്കണം, ലീഗിന് എത്ര കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെരും തല്ലാണ്. അപ്പോഴാണ് ഇതിനിടയ്ക്ക് ഇദ്ദേഹം ഇറങ്ങിപ്പോയതിൻ്റെ ഭാഗമായിട്ട് 30% കൂടി അച്ചടി തീരാണ്ട്, ഈ അച്ചടി കൂടി തീരുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ അച്ചടി കൂടി തീരുമായിരുന്നു, ഒരു സംശയവുമില്ലാതെ തീരുമായിരുന്നു. ഇനിയുള്ള ഈ ദിവസങ്ങൾ കൂടി മതി എന്നുള്ളതാണ്. അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസങ്ങൾ കൂടി വളരെയധികം ധാരാളമാണ് അച്ചടിക്ക് തീരാൻ. എന്തുകൊണ്ട് എന്ന് പറഞ്ഞുതരാം. ഇവർ അധികാരത്തിൽ കയറിയിട്ട് ഒരു 7 ദിവസം കഴിയേണ്ടതായി കഴിഞ്ഞിരിക്കുന്നു. ഈ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഇഷ്യൂ ഈ മന്ത്രിസഭയുടെ മുമ്പിലേക്ക് എത്തുമായിരുന്നു. അച്ചടി തീരാനുണ്ട് കേട്ടാ, ബൈൻഡിങ് പേപ്പർ കിട്ടാനുണ്ട് കേട്ടാ എന്ന് പറയുന്ന ഇഷ്യൂ ഇവരെ മുമ്പിലേക്ക് എത്തുമായിരുന്നു. ആ ബൈൻഡിങ് പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വളരെ ഈസി ആയിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. വളരെ ഈസി ആയിട്ട് അത് ഒരുപക്ഷെ കൊണ്ടെത്തിക്കാനും അതിന് പണം അനുവദിക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ദ്രുതഗതിയിൽ നടക്കും. അത് കുട്ടികളുടെ കാര്യമാണെന്നതിനാൽ ഇങ്ങനെയൊക്കെ ഇതെല്ലാം നടക്കേണ്ടിയിരുന്ന ഒരു വലിയ കാലയളവാണ്. 7 ദിവസം എന്ന് പറയുന്ന ഒരു നീണ്ട കാലയളവാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു 7 ദിവസം എന്ന് പറയുന്നത് മന്ത്രിസഭയിൽ നമ്മുടെ നാടിനൊക്കെ അനുബന്ധിച്ച് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. നിമിഷ നേരം കൊണ്ടൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്ന സ്ഥലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവന്മാരിപ്പോഴും മന്ത്രി ആരെന്ന് പറയുന്ന തല്ലുമായിട്ട് നമ്മളെ വഴിയാധാരമായിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ നാട്ടിലത്തെ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ കുടുങ്ങാൻ പോകുന്നത് ഇവിടുത്തെ പെൻഷൻകാരാണ്. ഒപ്പം തന്നെ ഇവിടെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കിട്ടിയിരുന്ന ധനസഹായമാണ്. അത് മുഴുവൻ മുടങ്ങും, ഒരു സംശയമുണ്ട്. 2 മാസത്തോളം കൊടുത്തിട്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ഇറങ്ങിപ്പോയത്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇവന്മാർ ഒരു തേങ്ങയും കൊടുക്കില്ലാന്ന്. അതുകൊണ്ട് 2 മാസത്തെ കൂടി അടുപ്പിച്ച് കൊടുത്തിട്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ് പടി ഇറങ്ങിപ്പോയത്. ഇനി അങ്ങോട്ട് ഇതാ 2 മാസത്തെ ഒരുമിച്ച് കിട്ടേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് നമുക്ക് കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന്, എത്ര ദിവസം കാത്തിരിക്കുക എന്നറിയില്ല. 23-ാം തീയതി എന്ന് പറയുന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ളിലെങ്കിലും തീരുമാനിക്കപ്പെടുമെന്ന് പറയുന്നത് നോക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കുട്ടികൾ കൂടി വഴിയാധാരാകുന്നു ഇവരെ പ്രശ്നം കൊണ്ട്, UDF പ്രശ്നം കൊണ്ട് മാത്രമെന്ന് പറയേണ്ടി വരും. കാരണം അവർ അധികാരത്തിൽ കയറി ഇത്തരം തീരുമാനമെടുക്കേണ്ട സമയം കഴിഞ്ഞു. ബൈ.